ഞങ്ങള് കൊച്ചിയിലെ ഒരു കിടിലൻ ഫുഡ് സ്പോട്ടിലേക്ക് പോവാണ്. ശ്രീരാഗ്, എന്താണ് നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങല്ലേ? 2 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല. നീ വിളിച്ച കാരണം കൊണ്ട് ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണോ അതെല്ലാം ഓരോ പ്ലേറ്റ് വീതം പോരട്ടെ എന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടല്ലോ. ഞാൻ വാങ്ങിക്കൊടുത്തതാണ് ഈ വാച്ച്. ഞാൻ ദുബായിൽ നിന്ന് കൊടുത്തതാണ്. കാസിയോന്റെ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 9 years ആയിട്ട്, 9 വർഷമായിട്ട് ഒരു മിഠായി പോലും വാങ്ങി തരാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഇതെന്ത് മീനാടാ? ഇതിന്റെ പേര് എനിക്കറിയില്ല. പല്ലില്ലല്ലോ, മീനല്ലേ? പിന്നെ ശ്രീരാഗ് ഉള്ളതായിരുന്നു ആകെ ഒരു ആശ്വാസം. എന്നിട്ട് ഇങ്ങനെ നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോയാലോ? സോ ഇന്ന് ഞങ്ങള് കൊച്ചിയിലെ ഒരു കിടിലൻ ഫുഡ് സ്പോട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഇൻട്രോ വരുമ്പോൾ പറയുന്ന സെയിം കാര്യം. ഹലോ മോനിഷാസ് ഫാൻസ്, ഹൗ ആർ യു? സോ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനും രഞ്ജുവും. സോ ഞങ്ങള് പിന്നെന്താണ് രഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഞങ്ങള് മാത്രല്ല, ഞാനും രഞ്ജു മാത്രല്ല, അവിടെ ശ്രീരാഗും കുറെ ആൾക്കാർ വേറെയും വരുന്നുണ്ട്. സോ നമ്മള് കൊച്ചിയിൽ ഒരു കിഡിലൻ ഫുഡ് സ്പോട്ടിലോട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പിടിക്കാം. എന്നും കുഴിമന്തി അത് മാത്രമാണ്. അതായത് എന്റെ ഫസ്റ്റ് ഡേ കേരളത്തിലേക്ക് വന്ന ഫോട്ടോയും ഇപ്പത്തെ ഫോട്ടോയും കണ്ടാൽ തന്നെ മാറ്റം വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാ കുഴിമന്തി? മോനുവിന്റെ ഫേവറേറ്റ് എന്താന്ന് ചോദിച്ചു നോക്ക്. കുഴിമന്തി 4 നേരം കുഴിമന്തി കൊടുത്താൽ അത് 4 നേരവും കഴിക്കും. സന്തോഷം. അങ്ങനെ ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ ഫുഡ് സ്പോട്ടിലോട്ട് പോകണേ. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും ഈവനിങ് ഞാനും രഞ്ജും കണ്ടു. മാക്സിമം ഇപ്പൊ 7 ദിവസത്തിൽ 6 ദിവസം ഉറപ്പായിട്ടും കണ്ടിരിക്കും. 7 ദിവസം കാണാൻ പറ്റും, അങ്ങനെ കാണും. അങ്ങനെ കാണുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ അതുവരെ ഇവിടെ അത്ര മഴയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങി അപ്പം മഴ പെയ്യും. ഇന്നും അതെ, ഇതുവരെ മഴ ഉണ്ടായില്ല. എവറി ഡേ നമ്മള് ഇറങ്ങുന്നു, മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, മഴ പെയ്തിരിക്കും. യെസ്. ഇന്നലെ ആണെങ്കിൽ ഞങ്ങള് എന്റെ ഹെയർ കണ്ടായിരുന്നു, കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് രഞ്ജുവിന്റെ ഹെയർ യെസ് എന്താ ചെയ്ത് രഞ്ജു? എന്തോ വാട്ടർ പ്ലാസ്റ്റ്. യെസ്, അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 1 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത്. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു 6-6:30 കൂടി ഫുഡ് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രഞ്ജുവിന്റെ വീട് ഏലൂരാണ്. അപ്പൊ ഏലൂർ ഇപ്പൊ എന്റെ സ്വന്തം വീട് പോലെ, കാരണം ഞാൻ സ്ഥിരം ഇപ്പൊ ഇവിടെയാണ്. ഞങ്ങൾ അവിടെ പോയി നല്ല കേരളം ഫുഡൊക്കെ കഴിച്ച് എന്തൊക്കെയാ കഴിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇന്നൊരു ഷൂട്ടും കൂടിയാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ മാത്രമല്ല, ആക്ച്വലി ഒരു ഷൂട്ടും കൂടിയാണ്. അപ്പൊ നല്ല കിട്ടുന്ന സ്പോട്ടാണ്. സോ നമുക്ക് ആ വിശേഷങ്ങൾ അവിടെ എത്തിക്കാണാം. ഇപ്പൊ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നേക്കാണ് പമ്പില്. സോ പെട്രോൾ അടിക്കട്ടെ. സോ ഗായ്സ്, ഞങ്ങൾ ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തി. പോനിക്കര കുസീൻ. അത് ഞങ്ങളിവിടെ എത്തിയിരിക്കുവാണ്. ഇപ്പോൾ നമ്മളൊരു 7:30 കൂടി. അപ്പൊ നമ്മുടെ ടീമൊക്കെ ഓൺ ദി വേ ആണ്. നമ്മളെന്തായാലും അവരെ വെയിറ്റ് ചെയ്യുകയാണ്. മഴയൊക്കെ ഇപ്പൊ തോർന്നു തുടങ്ങി അല്ലേ രഞ്ജു? മഴ പോയി. ഭയങ്കര രസമുണ്ട് കാണാൻ ഈ ലൈറ്റ്സ് ഒക്കെ. സ്പ്രേ അടിക്കണം മോനു. അല്ല, ഞാൻ എന്തായാലും സ്ഥലത്ത് പോവല്ലേ. ഓക്കെ, ഒരു ബോട്ടിൽ തീർത്തം തോന്നുന്നുണ്ടോ? സോ അവിടെ 2 പൂച്ചക്കുട്ടികളൊക്കെ കണ്ടാ? മോനുവിന് പൂച്ചകളോടല്ല സ്നേഹമില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹ. സോ ഇതാണ് ആംബിയൻസ്, കിടിലൻ ആംബിയൻസ് ആണ്. ഇപ്പൊ തിരക്കില്ല, കാരണം ഞങ്ങൾ തിരക്കില്ലാത്ത സമയം നോക്കി വന്നത്. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നല്ല തിരക്ക് വരും, ഡിന്നറൊക്കെ കഴിക്കാൻ ആൾക്കാര്. സോ ഇപ്പോൾ ഇവിടെ ഇരുന്ന് മരച്ചോട്ടിലിരുന്ന് ഒരു ചായ കൂടെ. സോ ഭയങ്കര രസമുള്ളൊരു ലൊക്കേഷൻ. ഇത് ഷാനുഖാന്റെ ഷോപ്പാണ്. അപ്പൊ നമ്മൾ ഷാനുഖാനെ കാണണം. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. മേ ബി ഇവിടെ ഒന്ന് നമ്മൾ വിളിക്കാതെ ഓൾറെഡി വരും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എത്താനായപ്പോ വിളിച്ചിട്ടില്ല. സോ രഞ്ജു, യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഇന്ന് രഞ്ജു ഭയങ്കര സുന്ദരിയായിട്ടാണ് വന്നേക്കുന്നത്, കാരണം രഞ്ജുന്റെ ഹെയർ ഒക്കെ മാറ്റി. ഓവർ കോൺഫിഡന്റ് ആണ്. സോ നമ്മൾ അവരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് എന്റെ കാറല്ല, അവിടെ ബൈക്ക് നിർത്തി മിസ്റ്റർ ശ്രീരാഗ് വന്നിരിക്കുന്നു. ശ്രീരാഗ്, എന്താണ് നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങല്ലേ? 2 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല. നീ വിളിച്ച കാരണം കൊണ്ട്. സോ ഞങ്ങള്
ഇതെന്താ വായിക്കാം? ഇത് പൂഞ്ഞിക്കര ക്രിസ്ത്യന. ഇത് എങ്ങനെയാണ്, ആദ്യത്തെ ടൈമാണോ നീ വരുന്നത്? ഇല്ലില്ല, ഞാൻ ഇവിടെ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. എത്ര തവണ? സോ നമ്മളെന്തായാലും ഞങ്ങള് ഷാലുക്ക് അകത്ത് വെച്ച് മൈക്ക് ഞാനും സോ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് പോവാൻ നിൽക്കണം. വാ രഞ്ജു. അപ്പൊ ഞാനും രഞ്ജുവും ശ്രീരാഗും കൂടി അകത്തേക്ക് പോവാൻ നിൽക്കുവാണ്. അപ്പൊ ഞങ്ങള് പോനിക്കര കുസീനയുടെ അകത്ത് കയറിയിട്ട് ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. രഞ്ജുവിന് ഒരു കോള് വന്നിട്ട്, രഞ്ജു നീ എന്തിനാ അതിന് ചിരിക്കുന്നേ? അപ്പൊ രഞ്ജുവിന് ഒരു കോള് വന്നിട്ട് രഞ്ജു പോയേക്കുവാണ്. സോ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെയാ ശ്രീരാഗ് കുറേ സ്പെഷ്യൽ പറയുന്നുണ്ട്, അത് എന്തൊക്കെയാടാ? എന്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്, അതിവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. സോ ഞങ്ങൾ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണോ അതെല്ലാം ഓരോ പ്ലേറ്റ് വീതം പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ ഉണ്ടല്ലോ, ഏത് പൈസക്കാരാണല്ലോ. അതെ, അവന്റെ ഫ്രണ്ട് ഫുൾ റിച്ച് ആണ്. അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. ഈ വാച്ച് ഞാൻ ദുബായിന്ന് കൊടുത്തതാണ്, കാസിയോന്റെ. ഈ ഫോൺ ഞാൻ വാങ്ങിക്കൊടുത്തല്ല, ബാക്കി എല്ലാം ഞാൻ വാങ്ങിക്കൊടുത്താണ്. ഇപ്പൊ ഇട്ടേക്കുന്ന പാന്റ്, ചെരുപ്പ് എല്ലാം. സോ അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശ്രീകേഷ്, അവൻ വാങ്ങി തന്നതാണ് ഈ ബാഗ്. ഇതൊന്നും കൂടി പറയണത് കേട്ടിട്ടെങ്കിലും പലർക്കും മാറ്റം വരണല്ലോ. സോ അത് കൂടാണ്ട് ശ്രീകേഷ് കേക്കണം. ഇതവൻ വാങ്ങി തന്നത് അങ്ങ് സ്പെയിനിൽ നിന്ന്. ഇത് കണ്ടോ? അല്ല, ഇതും അവൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പൊ ആലോചിക്കണം, ഞാൻ ഇവന് കാസിയോന്റെ വാച്ച് ഗിഫ്റ്റ് കൊടുത്തു, പക്ഷെ ശ്രീകേഷ് എനിക്ക് തന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 9 years ആയിട്ട് ഒരു മിഠായി പോലും അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് സ്പെയിനിന്ന് കൊണ്ടുവന്നതാ. 9 വർഷമായിട്ട് ഒരു മിഠായി പോലും വാങ്ങി തരാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഒരു മിഠായി പോലും വാങ്ങി തരാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് മാത്രമാണ് ആ ഭാഗ്യം. എങ്ങനെ എന്നെ ഊറ്റാന്നുള്ളതിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ശ്രീരാഗ്. അപ്പൊ ഇപ്പൊ വരെ വന്നത് എന്തിനാ? ഊറ്റാൻ വേണ്ടിയിട്ട് അല്ലേ? ഇന്ന് ബില്ല് കൊടുക്കുവോ? ഉറപ്പാണേ. ഇപ്പൊ ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നോണ്ട് ഇന്ന് എന്തായാലും ബില്ല് കൊടുക്കണ്ടെന്നുള്ള കോൺഫിഡൻസ് ശ്രീരാഗ് കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും നമ്മൾ ഭയങ്കര ഫോർമലായി സംസാരിക്കണ പോലെ ഉണ്ടോ? സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഫുഡ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. സോ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്ത് മീനാടാ? ഇതിന്റെ പേര് എനിക്കറിയില്ല. പല്ലില്ലല്ലോ, മീനല്ലേ? ചിരിക്കടാ. പിന്നെ റിബ്സ് ഉണ്ട്, പിന്നെ ക്രാബ്സ് ഉണ്ട്, പിന്നെ കൂന്തൽ, കല്ലുമ്മക്കായ കൊച്ചിയിൽ വേറെ എവിടെയും കിട്ടില്ല എന്നാണ് ഇതിന്റെ ഓണറായ ഷാനുക്ക നമ്മളോട് പറഞ്ഞത്. സോ യെസ്, കുറച്ചും കൂടി സീ ഫുഡ്സ് ആണ് ഇവിടെ. പിന്നെ ചെമ്മീൻ തന്നെ വേറൊരു മസാല വെച്ചത്, പിന്നെ ഇടിയപ്പം, മീൻകറി, പൊറോട്ട, അതെന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? വരുന്നുണ്ട്. സോ നമ്മൾ പോനിക്കരയിലെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സീ ഫുഡാണ്. ഡിന്നറിനാണ് കേട്ടോ നമ്മളിത് വന്നേക്കുന്നത്. ലഞ്ചിന് നല്ല കിട്ടിയ ചോറും മീൻകറിയും ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ചേട്ടനെ വിളിക്കാം. അല്ല, നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഒരു ഇൻട്രോ ഇതൊക്കെ എടുക്കാം. ഏത് സെർവ് ചെയ്യാനാണോ? സോ ഞങ്ങൾ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാഗ്രാമിലെ റീലിൽ ഇടുവേ. ഓക്കെ, നമ്മുടെ ചേട്ടന്റെ പേരെന്താ? അശ്വിൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ, ഫുൾ റീല് ഇതിലിടും ഇൻസ്റ്റാഗ്രാമില്. നമ്മൾ തുടങ്ങുവാണേ. സോ ഞങ്ങളുടെ ഫുഡ് ഓൾമോസ്റ്റ് ഡൺ. എന്താ രഞ്ജു ഇത്ര ടെൻഷൻ? എനിക്ക് ടിഷ്യൂ വേണം. അയ്യോ. സോ രഞ്ജു നല്ല പൊറോട്ടയും കാളാഞ്ചി കറി, പിന്നെ നല്ല ക്രാബ്, നല്ല പ്രോൺസ്, കൂന്തൽ, ഇതും കാളാഞ്ചി. ഇതൊക്കെ ഇത് മൊത്തം കഴിഞ്ഞു. ഇനി ഒരു സൈഡും കൂടി ഉണ്ട്. പിന്നെയും വീണ്ടും പ്രോൺസ്, പിന്നെ ഇത് എന്താ ക്രാബ്, ഇത് പിന്നെന്താണ്, ഇത് മീൻ ഫ്രൈ ചെയ്തിട്ട് തോരൻ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മീൻ പീരയുടെ വേറൊരു ടൈപ്പ്.
ഇത് റിപ്പ്. ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതാണ് സീ ഫുഡ് ബക്കറ്റ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ കഴിച്ചു തീർത്തു. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. സോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ വന്നപ്പോൾ കുറേ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും റീൽ എടുക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. സോ നിങ്ങൾ മോനിഷാസ് ഭാരതി ഫോളോ ചെയ്യുക. ഇതിൻ്റെ ഫുൾ റീൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്താ വെച്ചാൽ എല്ലാം എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, സീ ഫുഡ് ബക്കറ്റ്, ഇതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല. കാണുന്നുണ്ടാ, ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ കാളാഞ്ചി ഫ്രൈ ഒരു രക്ഷയല്ല. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട്? ഇതും കാളാഞ്ചി കറിയാണ്. കാളാഞ്ചി കറി ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്താ പറയുക, നൂൽ പൊറോട്ട ഭയങ്കര കഴിഞ്ഞ് കാണിക്കാനില്ല. ഇതാ ലാസ്റ്റ് വൺ രഞ്ജുവിന്റെ ഇതിലും, കാരണം ബാക്കി എല്ലാം കഴിഞ്ഞു. കാരണം നൂൽ പൊറോട്ട അടിപൊളി, ഒരു രക്ഷയില്ല. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ നല്ലൊരു നൂൽ പൊറോട്ട കഴിക്കുന്നത്. രഞ്ജുവിന് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കാളാഞ്ചി കറി ഇഷ്ടമായി. ആൻഡ് ദെൻ നമ്മൾ ഇത് ഭയങ്കര ടേസ്റ്റ്. ഇതിന്റെ ഗ്രേവി എല്ലാം കൂടെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, വെരി ടേസ്റ്റ്. അതെ, പക്ഷെ എന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഒരു പൊടിക്ക് കൂടുതൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓവറായിട്ട് എരിവില്ല, മസാല അങ്ങനെ കൂടുതലില്ല, അങ്ങനെ നല്ല പ്രിപ്പറേഷൻസ് വെരി ഗുഡ് ആക്ച്വലി. യെസ്, ഭയങ്കര അടിപൊളിയാണ്. ഇത് നമ്മൾ വ്ലോഗ് എടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ടത്. വളരെ ജെന്യൂൻ ആയിട്ടാണ്. നിങ്ങൾ തന്നെ ഇവിടെ വന്ന് എന്തായാലും പറയും നല്ലതാണെന്ന്. വളരെ ജെന്യൂൻ ആയിട്ട് പറയുന്നത്. അല്ലാതെ റീൽ നമ്മൾ ഓൾറെഡി വേറെ കണ്ടന്റ് എടുത്തു, പക്ഷേ യൂട്യൂബിൽ ഞാൻ അത്രയും ജെന്യൂൻ ആയിട്ട് പറയുകയാണ്. അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫുഡ് വന്നതുകൊണ്ട് പിന്നെ ശ്രീരാഗ് ഉള്ളതായിരുന്നു ആകെ ഒരു ആശ്വാസം. യശോദേ എന്നിട്ട് ഇങ്ങനെ. സോ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സീ ഫുഡ് ബക്കറ്റും ഈ ഒരു ഇതും മീനും മാത്രം മതിയല്ലേ നമുക്ക് ഇത്ര പേർക്ക് കഴിക്കാൻ, കാരണം അത്രയും ഹെവിയാണ്. പിന്നെ പൊറോട്ട ക്വാണ്ടിറ്റി, അതിനെക്കുറിച്ച് പറയണേ, ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഓരോ ഫുഡിനും. അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ഫുഡ് 2 പേർക്ക്, ഒരു ഡിഷ് 2 പേർക്ക് ഷെയർ ചെയ്യാം, ഈസിലി ഷെയർ ചെയ്യാം. ഇപ്പം 2-3 ഓർഡർ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ, അത്ര മതിയാവും. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ബാക്കിയുള്ളതും കൂടി ഒന്ന് കഴിച്ചു തീർക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് പുറകിലുള്ള പ്രണവ് ഞങ്ങളെ പ്രാഗിക്കൊണ്ടിരിക്കും. ഓൾറെഡി റീൽ എടുക്കുമ്പോൾ ഫുൾ ഞങ്ങളെ പ്രാഗിലായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇത് കഴിച്ചെടുക്കാം.